കേരളത്തിന്റെ തലസ്ഥാനമായി തിരുവനന്തപുരം നഗരത്തിൽ സ്ഥിതിചെയ്യുന്നു. അതിപ്രശസ്തമായ ഒരു ശാക്തേയ ക്ഷേത്രമാണ് ആറ്റുകാൽ ശ്രീ ഭഗവതി ക്ഷേത്രം. തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിന്റെയും കിള്ളിയാറിന്റെയും സംഗമസ്ഥലത്ത് ശില്പചാരുതയാൽ മനോഹരമായി ഈ ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു. ചിരപുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം. കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല ഉത്സവം ആയിട്ടാണ് ആറ്റുകാൽ പൊങ്കാല കണക്കാക്കപ്പെടുന്നത്. കുംഭമാസത്തിൽ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് 10 ദിവസങ്ങളിലായി നടത്തുന്ന ചടങ്ങുകളിൽ പ്രധാനം പൂരം നാളും പൗർണമിയും ഒത്തുചേരുന്ന ദിവസം നടക്കുന്ന പൊങ്കാലയാണ്. പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളി. വടക്കോട്ടു ദർശനം. ദാരിക വധത്തിനു ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരുവിഗ്രഹമാണ്. 4 കരങ്ങളിലായി പള്ളിവാൾ, തൃശൂലം, പരിച്ച്, പാനപാത്രം എന്നിവ ധരിച്ചിരിക്കുന്നു. പഴയ കാലത്ത് മുടിപ്പുര സമ്പ്രദായത്തിൽ ആരാധിക്കപ്പെട്ടിരുന്ന ഭദ്രകാളിയാണ് ഇവിടുത്തേത്. ദാരുബിംബ വരിക്കപ്ലാവിന്റെ കാതലിൽ തീർത്ത മൂലബിംബം പ്രതിഷ്ഠയാണിവിടെ. മൂലബിംബം ദാരുവായതിനാൽ അഭിഷേകം, അർച്ചന തുടങ്ങിയവ എല്ലാം മുന്നിലുള്ള ചതുർബാഹുവായ പഞ്ചലോഹ നിർമ്മിത ബിംബത്തിലാണ് നടത്തുക. മഹാകാളി, മഹാലക്ഷ്മി, മഹാസരസ്വതി തുടങ്ങിയ ആദിപരാശക്തിയുടെ 3 പ്രധാന ഭാവങ്ങളിലും ആരാധിക്കപ്പെടുന്നുണ്ട്. അകത്തെ മണ്ഡപത്തിനു മുകളിലായി വേതാളാരൂഢയായി ശ്രീ ഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി, സുബ്രഹ്മണ്യ സമേതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ഉടയാട ചാർത്തുന്നതടക്കം ചില നേർച്ചകൾ ഇവിടെ നടക്കാറുണ്ട്. കിഴക്ക് ദർശനമുള്ള വിഘ്നേശ്വരൻ, പടിഞ്ഞാറു ദർശനമായി മഹാദേവൻ, ശിവചൈതന്യമുള്ള മാടൻ, തൂണിൽ കൊത്തിവച്ചിട്ടുള്ള ആഞ്ജനേയ ശില്പവും ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. ശിവന്റെ കണ്ഠാഭരണമായ വാസുകി നാഗരാജാവായി ഇവിടെ ആരാധിക്കപ്പെടുന്നു. പൊതുവെ കേരളീയരുടെ കുലദൈവം, ധർമ്മദൈവം അഥവാ കുടുംബദൈവം എന്നീ നിലകളിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതിയാണ് ശ്രീ ഭദ്രകാളി എന്ന് വിശ്വാസം. പുരാതൻ കാലം മുതൽക്കേ ഊർവര്, കാർഷിക സമൃദ്ധി, മണ്ണിന്റെ ഫലയൂയിഷ്ഠത, പ്രകൃതി, യുദ്ധവിജയം, രോഗമുക്തി, സാമ്പത്തിക അഭിവൃദ്ധി, ഐശ്വര്യം, വിദ്യ തുടങ്ങിയവ മാതൃദൈവ ആരാധനയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതായി കാണാം. ഇതിന്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും അവിടെയുള്ള ആചാരങ്ങളും. പൊങ്കാൽ ഏറ്റവും വലിയ കാർഷിക ഉത്സവം അഥവാ കൊയ്ത്തുത്സവം കൂടിയായിരുന്നു. മകരക്കൊയ്ത്തു കഴിഞ്ഞു കിട്ടിയ നെല്ല് കുത്തി അരിയാക്കി അതിലൊരു വിഹിതം സന്തോഷ് സൂചകമായി പായസം, ആട്, മണ്ടപ്പുട്ട് എന്നിവയുണ്ടാക്കി സ്ത്രീകൾ ഭഗവതിക്ക് സമർപ്പിക്കുന്നു. ഇന്നിത് ശാക്തേയ അനുഷ്ഠാനങ്ങളുടെ ഭാഗമാണ്. ലോകത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ കൂടിച്ചേരൽ കൂടിയായി ഇത് കണക്കാക്കപ്പെടുന്നു. ഇതിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ശക്തി സ്വരൂപിണിയായ സ്ത്രീ എന്ന സങ്കല്പം തന്നെയാണ് എന്നാണ് വിശ്വാസം. അനന്തപുരിയുടെ ദേശീയ ഉത്സവമാണ് ആറ്റുകാൽ പൊങ്കാല എന്നാണ് പറയപ്പെടുന്നത്. പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാനം മഹാശക്തിയായ സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തേയ, ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ കാളിയെ ആരാധിച്ചു തുടങ്ങിയത്. അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.